കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി നബിദിന സമ്മേളനം നടത്തി. സമ്മേളനം എക്സൈസ് സഹകരണ മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് നബി കാലത്തിന് മുന്നേ സഞ്ചരിച്ച വ്യക്തിയായിരുന്നുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കായംകുളത്ത് നബിദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി നബിദിന സമ്മേളനം നടത്തി. സമ്മേളനം എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് നബി കാലത്തിന് മുന്നേ സഞ്ചരിച്ച വ്യക്തിയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. യുദ്ധത്തിൽ പോലും നീതിയും മാനവികതയും ഉയർത്തിപ്പിടിച്ച പ്രവാചകനായിരുന്നു അദ്ദേഹം. യുദ്ധത്തിൽ സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്ന് നബി ആഹ്വാനം ചെയ്തു. അടുത്ത ദിവസം ലോകം അവസാനിക്കുമെന്ന് ഉറപ്പായാലും ഇപ്പോൾ ഒരു വൃക്ഷത്തൈ നടണമെന്ന് നബിയുടെ പ്രഖ്യാപനം പരിസ്ഥിതിക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യത്തെയും സമാധാനത്തിന് ഊന്നൽ നൽകുന്ന അദ്ദേഹത്തിന്റെ സന്ദേശത്തെയും എടുത്തുകാട്ടുന്നു. സമൂഹത്തിലെ എല്ലാവരെയും തുല്യരായി കാണണമെന്ന പ്രവാചകന്റെ നിലപാട് മാനവികതയുടെ മഹത്തായ പാഠമാണെന്നും മന്ത്രി പറഞ്ഞു. 1500 വർഷങ്ങൾക്ക് മുൻപുള്ള നബി തിരുമേനിയുടെ ജനനമാണ്. ഇതൊരു ദൃഷ്ടാന്തമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച് പ്രകാശം പരത്തിയത്, ലോകമാകമാനം പ്രകാശം പരത്തിയത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ്. ലോകത്തെ മനുഷ്യവംശത്തെ ഒന്നടങ്കം തന്നെ യാതൊരുവിധ വർണ്ണവർഗ ജാതി ഭേദമില്ലാതെ മനുഷ്യരായി കാണുവാനുള്ള സന്ദേശമാണ്, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് ദൈവിക സന്ദേശമായിട്ട് നൽകിയത്. ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ലാതെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം. മക്ക വിജയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ ബാങ്ക് വിളിക്കുവാൻ വേണ്ടി അദ്ദേഹം നിയോഗിച്ചത് തൻ്റെ അനുചരനായ കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെയാണ്. നോക്കണം, മക്ക വിജയം എന്നത് ഇസ്ലാമിക ചരിത്രത്തെയും ലോക ചരിത്രത്തിലെയും തന്നെ ഏറ്റവും ഉജ്ജ്വലമായൊരു വിജയമാണ്. ശൂന്യതയിൽ നിന്നും വിജയം സൃഷ്ടിച്ചതാണ്. ആ വിജയത്തിൻ്റെ ആഹ്ലാദ സൂചകമായ ആദ്യ ബാങ്ക് വിളിക്കുവാൻ അന്ന് അടിമകളെ പോലെ കരുതിയിരുന്ന കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെ വിളിച്ച് ബാങ്ക് വിളിപ്പിച്ചതിലൂടെ അദ്ദേഹം നൽകിയ സന്ദേശം വളരെ കൃത്യമാണ്. ഇസ്ലാമിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മനുഷിക സങ്കല്പത്തിനും ഉച്ചനീചത്വത്തിനോ വർണ്ണവിവേചനത്തിനോ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിനൊപ്പം, ദൈവിക സന്ദേശത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലും നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിരവധി നിദർശനങ്ങൾ കാണുവാനായി സാധിക്കും. ഞാൻ വായിച്ചതനുസരിച്ച് അദ്ദേഹവും അനുചരന്മാരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു മൃതശരീരം കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് അധ്യക്ഷനായി. ഉസ്താദ് മുഹമ്മദ് ഫൈസി ഓണംപള്ളി, AKM അഷ്റഫ് സഖാഫി, അഡ്വക്കേറ്റ് ഇ സമീർ, ഷെയ്ഖ് പി ഹാരിസ്, കെ ജലാലുദ്ദീൻ മൗലവി, ജനറൽ കൺവീനർ AM കബീർ, M മുഹമ്മദ് മുസ്ലിയാർ, A ഇർഷാദ്, A അബ്ദുൽ ഷുക്കൂർ, ലിയാഖത്ത് പറമ്പി, അൻസാരി കോയിക്കലേത്ത്, അസിം നാസർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.